ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 107 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരു വനത്തിൽ ഒരു മഹാനായ മഹർഷി താമസിച്ചിരുന്നു. വർഷങ്ങളോളം തപസ് ചെയ്ത് ദിവ്യശക്തി നേടിയ ഒരു മഹാനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ ഗുഹയ്ക്ക് പുറത്ത് ധ്യാനത്തിലിരിക്കുകയായിരുന്ന മഹർഷിയുടെ മടിയിൽ ഒരു ചുണ്ടലി വന്നു വീണു. പേടിച്ചരണ്ട ആ എലിയോട് അദ്ദേഹം ചോദിച്ചു, "എന്തു പറ്റി? നീ എങ്ങനെയാണ് എൻ്റെ മടിയിൽ വന്നു വീണത്? എന്നെ രക്ഷിക്കണം. ഒരു പരുന്ത് എന്നെ കുത്തിക്കൊണ്ട് പറക്കുകയായിരുന്നു. അതിൻ്റെ പിടിവിട്ട് ഞാൻ താഴെ വീണുപോയതാണ്." എലി മറുപടി പറഞ്ഞു. മുകളിൽ വട്ടമിട്ട് പറക്കുന്ന പരുന്തിനെ കണ്ട മഹർഷി ആ എലിയെ തൻ്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ആ എലിയെ അവിടെ കുഴിയിൽ ജീവിക്കുവാൻ അനുവദിച്ചു. അതിന് വേണ്ടതായ ഭക്ഷണവും കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു പൂച്ച ആ എലിയെ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിച്ചു. പേടിച്ച എലി നേരെ മഹർഷിയുടെ അരികിലേക്ക് ഓടിയെത്തി. വിവരം അന്വേഷിച്ച മഹർഷിയോട് തന്നെ കൊന്നു തിന്നാൻ ശ്രമിക്കുന്ന പൂച്ചയിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്ന് ചുണ്ടലി ആവശ്യപ്പെട്ടു. മഹർഷി തൻ്റെ ദിവ്യശക്തി കൊണ്ട് എലിയെ പൂച്ചയാക്കി മാറ്റി. പിന്നീട് കുറേ ദിവസത്തേക്ക് പൂച്ചയായി മാറിയ എലി സുഖമായി നടന്നു. അധികം വൈകാതെ പൂച്ച മഹർഷിയുടെ അടുക്കൽ അടുത്ത അപേക്ഷയുമായി എത്തി. തന്നെ നായ്ക്കളിൽ നിന്നും രക്ഷിക്കണമെന്നായിരുന്നു ഇത്തവണത്തെ ആവശ്യം. മഹർഷി ഇത്തവണയും ആ അപേക്ഷ കൈക്കൊണ്ടു. അങ്ങനെ പൂച്ച ഒരു നായയായി മാറി സന്തോഷത്തോടെ കുരച്ചുകൊണ്ട് അത് പുറത്തേക്ക് ഓടി. അങ്ങനെ ഒരു നായയായി മാറിയ ചുണ്ടലി വിലസിക്കൊണ്ടിരിക്കെ ഒരു ദിവസം ആ പരിസരത്ത് ഒരു പുലി എത്തിച്ചേർന്നു. പുലിയെ കണ്ട് വിരണ്ട നായ ഓടി മഹർഷിയുടെ അടുത്തെത്തി. "മഹാമുനെ, ഇതാ ഒരു പുലി ഇവിടെ എത്തിയിരിക്കുന്നു. അതെന്നെ കണ്ടാൽ തീർച്ചയായും കൊന്നുകളയും. എന്നെ ഒരു പുലിയാക്കി മാറ്റി രക്ഷപ്പെടുത്തണം." മഹർഷിക്ക് നായയുടെ സങ്കടം കണ്ട് ദയ തോന്നി. അദ്ദേഹം ഉടൻ തന്നെ അതിനെ ഒരു പുലിയാക്കി മാറ്റി. പിന്നീടുള്ള ദിവസങ്ങളിൽ പുലിയായി മാറിയ എലി നിർഭയം കാട്ടിൽ വിരാജിച്ചു. മഹർഷിയെ സന്ദർശിക്കാനെത്തിയ ഭക്തജനങ്ങൾക്ക് പുലി ഒരു കൗതുകമായി. മഹർഷിയുടെ ആശ്രമ പരിസരത്ത് ആർക്കും ഉപദ്രവമുണ്ടാക്കാതെ കഴിയുന്ന പുലി എല്ലാവർക്കും അത്ഭുതമായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം മഹർഷിയെ സന്ദർശിക്കാനെത്തിയ ഭക്തർ പുലിയെ കണ്ടു പറഞ്ഞു, "ഈ പുലി ഒരു യഥാർത്ഥ പുലിയല്ല, മഹർഷിയുടെ ദിവ്യശക്തി കൊണ്ട് പുലിയായി മാറിയ എലിയാണ്." ഗുഹാമുഖത്ത് ഇളം വെയിലിൽ കൊണ്ട് കിടന്നതായ പുലി ഈ വർത്തമാനം കേട്ടു. പുലിക്ക് വളരെ ദേഷ്യമായി, ഒരു വലിയ കുറച്ചിലായി അനുഭവപ്പെട്ടു. താൻ ശക്തനായ പുലിയാണെന്ന് തെളിയിക്കണം. അതിന് ഏറ്റവും പറ്റിയ മാർഗം ശക്തനായ മഹർഷിയെ കൊല്ലുക എന്നുള്ളതാണ്. ധ്യാനമഗ്നനായിരുന്ന മഹർഷിയുടെ മുമ്പിലേക്ക് പുലി കടന്നു വന്നു. പുലിയുടെ വരവിൻ്റെ ഉദ്ദേശവും തൻ്റെ ദിവ്യശക്തിയാൽ മഹർഷിക്ക് മനസ്സിലായി. ധ്യാനത്തിലിരുന്നതായ മഹർഷിയുടെ നേരെ കുതിച്ചു ചാടിയതായ പുലിയുടെ മുൻപിലേക്ക് മഹർഷി എന്തോ ഒന്ന് ജപിച്ച് കൈനീട്ടി. പെട്ടെന്ന് ആ പുലി എലിയായി മാറി. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ ആയുസ്സും ആരോഗ്യവും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതായ അനുഗ്രഹത്തിലും ഒരിക്കലും നിഗളിച്ചു പോകാതെ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിൽ എല്ലായ്പ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ജീവിപ്പാൻ തക്കവണ്ണമുള്ള വലിയ ആഹ്വാനമാണ് ഈ ഒരു ചെറുകഥയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. കർത്താവിനോട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഈ പ്രഭാതത്തിലെ വചന കേൾവി നമ്മെയും സഹായിക്കട്ടെ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ലഭിച്ച വചനത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് നൽകിയതായ അനുഗ്രഹത്തിന് മുമ്പിൽ ഒരിക്കലും അഹങ്കരിച്ചു പോകാതെ താഴ്മയുള്ള ഹൃദയത്തോടും നന്ദിയുള്ള ഹൃദയത്തോടും എല്ലായ്പ്പോഴും ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.